ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള CK ടൈറ്റസ് അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ ദിവസം നമുക്ക് ഒരുമിച്ച് ദേവാലയത്തിലായിരിക്കാൻ ഈ ഒരു വർഷം ത്രിയേക ദൈവം നമുക്കൊരുക്കി തന്ന ഈ കൃപകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം കരയറ്റുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലം ആക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വം ആക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരേക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരേക്കാൾ ബലമേറിയതും ആകുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് ഇന്ന് ഞങ്ങൾക്ക് കർത്താവെ അവിടുന്ന് നിൻ്റെ ക്രൂശിലേക്കുള്ള യാത്രയും നീ ക്രൂശിൽ സഹിച്ചതായിട്ടുള്ള വേദനകളും നീ ഞങ്ങൾക്കായി ഒഴുക്കിയതായിട്ടുള്ള രക്തവും കർത്താവെ അതെല്ലാം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും തക്കോണം നീ ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ ദിവസത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവെ, ഇന്ന് ഞങ്ങൾ എത്ര ധ്യാനിക്കാൻ ശ്രമിച്ചാലും എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നീ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്ര വിലയേറിയതാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വേദന എത്രമാത്രം നീ സഹിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അതിൻ്റെ ഒരു ചെറിയ അംശം പോലും ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിപ്പാൻ തക്കോണം ഇടയായിത്തീരുന്നില്ല. എല്ലാത്തിലും ഉപരി നിൻ്റെ മരണം ഞങ്ങൾക്ക് നൽകി തന്നതായിട്ടുള്ള ഒരു വലിയ രക്ഷാ പദ്ധതിക്കായിട്ടും നിത്യതയ്ക്കായിട്ടും എല്ലാം ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നിൻ്റെ ക്രൂശിനെ ധ്യാനിപ്പാൻ തക്കോണം നിൻ്റെ ക്രൂശ് ഞങ്ങൾക്ക് നൽകി തരുന്നതായിട്ടുള്ള വെളിച്ചവും നിൻ്റെ ക്രൂശ് ഞങ്ങൾക്ക് നൽകി തരുന്നതായിട്ടുള്ള ഉൾക്കാഴ്ചയും കർത്താവെ, നിൻ്റെ ക്രൂശ് ഈ ലോകത്തിൽ സന്ദേശത്തെ മാറ്റുവാൻ തക്കോണം ഇടയായി തീർന്നപ്പോൾ ആ ക്രൂശ് വഹിക്കുന്നവരായി എന്നും തീരുവാൻ തക്കോണം ഞങ്ങളെ ഏവരെയും നീ ഇടയാക്കണമേ. അടിയനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, ആവശ്യമായ ആലോചനകൾ നൽകി തരുമ്പോൾ വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം വാക്കുകളും നീ അവിടുന്ന് നൽകി തരണമേ. വ്യത്യസ്ത പ്രായത്തിലുള്ളവർ ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുവല്ലോ. കർത്താവെ, കുഞ്ഞു പൈതങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്, മധ്യവയസ്കരുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്. ഏവർക്കും ഒരേ പോലെ രീതിയിൽ മനസ്സിലാകുവാൻ തക്കോണം നീ അവിടുന്ന് ഇടപെടണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാനും നിൻ്റെ ക്രൂശ് എടുത്ത് മുൻപോട്ട് പോകുവാനും ഈ ക്രൂശിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് നടപ്പാനും ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. കാൽവിൻ മില്ലർ എഴുതിയ ഒരു പുസ്തകമാണ് വൺസ് അപ്പോൺ എ ട്രീ. ഈ പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. അദ്ദേഹം ഒരു പടം കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ്. പടം കാണുക എന്ന് പറയുമ്പോൾ ഒരു ബിബ്ലിക്കൽ പടമാണ്. കർത്താവിൻ്റെ ജീവിത അനുഭവങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു പടം കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ്. പടം കാണാൻ വേണ്ടിയിട്ട് പോയി ഇൻ്റർവെല്ലിൻ്റെ മുൻപെയാണ് കർത്താവിൻ്റെ ഈ ക്രൂശീകരണ രംഗം എല്ലാം നടക്കുന്നത്. ഭയങ്കര ഡ്രമാറ്റിക്കായിട്ടുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. കർത്താവിനെ ക്രൂശി തറയ്ക്കുന്നതും കർത്താവിൻ്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒക്കെയും രക്തം ഒഴുകുന്നതായിട്ടുള്ള അനുഭവം, അവിടുന്ന് ഉണ്ടാകുന്ന സൗണ്ട് ഇഫക്റ്റ്, അതെല്ലാം കൂടെ വരുമ്പോൾ ലൈറ്റിങ്, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേന് ഭയങ്കര ഡ്രമാറ്റിക്കായിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഇദ്ദേഹം ഇതെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്
പ്രയാസം തോന്നി, ദുഃഖം തോന്നി. അങ്ങനെ വളരെ വിഷമത്തോടുകൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻ്റർവെൽ നടക്കുന്നത്. ഇൻ്റർവെൽ ആയപ്പോൾ സാധാരണ ഒന്ന് വെളിയിൽ പോകുവാനും ഒക്കെയും ഇടയായി തീരുന്നത് പോലെ അദ്ദേഹം വെളിയിലേക്ക് പോയി. എന്നാൽ അദ്ദേഹം വെളിയിലോട്ട് പോയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തി. അദ്ദേഹം വെളിയിൽ പോയതായിട്ടുള്ള സമയത്ത് ഈ അകത്ത് പടം കാണാനിരുന്ന ആളുകൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ആഹ്ലാദിച്ച് ചിരിക്കുകയും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്തു. സ്ത്രീകളാണെങ്കിൽ അവർ അണിഞ്ഞൊരുങ്ങി വന്നതായിട്ടുള്ള വസ്ത്രത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും കമൻറ്റ് പറയുകയും ഒക്കെയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അസ്വസ്ഥത തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, മോസ്റ്റ് പീപ്പിൾ ഹു സീ ദ ക്രോസ് ആർ നോട്ട് ഇംപ്രസ്ഡ് വിത്ത് ഇറ്റ്. ദേ ക്യാൻ സീ ഇറ്റ് ആൻഡ് വാക്ക് അവേ ആൻഡ് ഫർഗെറ്റ് ഇറ്റ്. യെറ്റ് ദ ക്രിസ്ത്യൻ who sees the cross and esteems it is a person who understands his or her debt. He or she alone owns the cross. നമ്മളെ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുക എന്ന് പറയുമ്പോൾ ആചാരം, പതിവ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത് നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഈ ശുശ്രൂഷയിൽ പാടുന്നതായിട്ടുള്ള പാട്ടിൽ കർത്താവിൻ്റെ ക്രൂശിലേക്കുള്ള യാത്രയുടെ ഓരോ വിവരണവും ഓരോ അനുഭവവും പറയുന്നതായിട്ടുള്ള സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് അനുഭവിച്ചതായിട്ടുള്ള കഷ്ടപ്പാടുകൾ എല്ലാം നമ്മൾ പ്രമ്യോനും സെതര പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുമ്പോഴും ഈ പാട്ടുകൾ പാടുന്നതായിട്ടുള്ള സമയത്ത് യാതൊരു തരത്തിലുള്ള ഒരു ചലനം പോലും ഉണ്ടാകാതെയാണ് നമ്മൾ ഈ ദേവാലയത്തിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു പക്ഷെങ്കിൽ അന്ന് പടം കാണാൻ പോയ ആളുകളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരല്ല. ഈ ക്രൂശ് നമ്മളെയും സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ വൈകാരിക തലത്തിൽ ഒന്നും തന്നെ നമ്മളിൽ ഉളവാക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ്, എനിക്ക് മറ്റൊന്നും പറയാനായിട്ടില്ല, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, എനിക്ക് പറയാനുള്ള ഒറ്റ പ്രസംഗമാണ്. ആ പ്രസംഗം മറ്റൊന്നുമല്ല, അത് ക്രൂശിക്കപ്പെട്ട് യേശുവിനെ കുറിച്ച് മാത്രമാണ് എനിക്ക് പ്രസംഗിക്കാനായിട്ടുള്ളത്. ജോൺ ഓട്ട്ബർഗ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയുണ്ട്, വൺ സെർമൺ തിയറി. എന്താണ് ഈ തിയറി എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത്, ഏതൊരു പട്ടക്കാരനോ ഏതൊരു പ്രഭാഷകനോ നിങ്ങൾ അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ പ്രസംഗങ്ങളും എല്ലാം ഒന്ന് അനലൈസ് ചെയ്താൽ എല്ലാ പ്രസംഗവും ഒറ്റ പ്രസംഗമാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ സന്ധ്യാ നമസ്കാരമൊക്കെയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ആൻറ്റി പറയുകയുണ്ടായി, എല്ലാ ദിവസവും എന്താണ് പറയുന്നത്, ഒരു കാര്യം തന്നെയല്ലേ? ശരിയാണ്. നിങ്ങൾ എൻ്റെ പ്രസംഗങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാലും ഒരു പക്ഷെങ്കിൽ എൻ്റെ പ്രസംഗങ്ങൾക്ക് എല്ലാത്തിനും ഒരു സ്റ്റൈലുണ്ട്. എൻ്റെ പ്രസംഗങ്ങളിൽ നിന്ന് ഉളവാകുന്ന വരുന്നതായിട്ടുള്ള മെസ്സേജിനും എല്ലാത്തിനും ഒറ്റ മെസ്സേജേ ഉള്ളൂ. അത് ഏത് പ്രാസംഗികനെ എടുത്തു നോക്കിയാലും അത് ഏത് പ്രഭാഷകനെ എടുത്തു നോക്കിയാലും ഒറ്റ പ്രസംഗമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജോൺ ഓട്ട്ബർഗ് പറയുന്ന ഒരു തിയറിയാണ് വൺ സെർമൺ തിയറി. ഏതൊരു പ്രഭാഷകനും ഒരു പ്രസംഗത്തെക്കാൾ കൂടുതലില്ല. അവന് ചിലതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട്, അവന് ചിലതിനെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശമുണ്ട്, ദൈവം അവന് നൽകിക്കൊടുത്ത ചില വെളിപ്പാടുകളുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് there is only one sermon theory and that is nothing else but to speak about the crucified Christ. ക്രൂശിക്കപ്പെട്ടതായിട്ടുള്ള ക്രിസ്തുവിനെ അല്ലാതെ അപ്പോസ്തലനായ പൗലോസിന് വേറെ ഒന്നും തന്നെ പറയാനായിട്ടില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. കൊരിന്തിയ സഭ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആകെപ്പാടെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്ന ഒരു സഭയാണ് അപ്പോസ്തലനായ പൗലോസിന് വേണ്ടിയിട്ട്. അപ്പോസ്തലനായ പൗലോസിന് പലതരത്തിൽ അവരെ ഒന്ന് നേടിയെടുക്കുവാൻ, അവനെ ഒന്ന് രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒത്തിരിയധികം കഷ്ടതകൾ, ഒത്തിരിയധികം പ്രയാസം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കൊരിന്തിയ ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഈ കൊരിന്ത് എന്ന് പറയുന്നതായിട്ടുള്ള പട്ടണം സിറ്റുവേറ്റ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ്. രണ്ട് പ്രധാനപ്പെട്ട സീ പോർട്ട്സിൻ്റെ നടുവിലാകുന്നു ഈ പറയുന്ന പട്ടണം. അതുകൊണ്ട് തന്നെ പല ഇടങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവർ വന്നു ചേരുവാൻ തക്കോണം ഇടയായിത്തീരുമ്പോൾ അവിടെ മറ്റ് പല തരത്തിലുള്ള ആരാധനകളും മറ്റ് പല തരത്തിലുള്ള രീതികളും അവിടെ കാണുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദിസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ട്രബിൾസം ചർച്ച് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്തുകൊണ്ട്? അവിടെ ചുറ്റും നടന്നതായിട്ടുള്ള ആചാരങ്ങളും ചുറ്റും നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവരുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും താല്പര്യരായിരുന്നു. സോഷ്യൽ ഹൈറാർക്കി കൾച്ചറിൻ്റെ അകത്ത് വെൽത്തി
പവർഫുൾ ആയിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ മാനം കൊടുക്കുവാൻ, വെൽതി പവർഫുൾ ആയിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അംഗീകാരം കൊടുക്കുവാൻ തക്കോണം ആ സഭ ശ്രദ്ധിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ കൗണ്ടർ കൾച്ചറായിരിക്കുന്ന ഈ ക്രൂശിനെ ഈ സഭയ്ക്ക് കാണിക്കുവാനോ ഈ സഭ അത് ഉൾക്കൊള്ളുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടില്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ജനത്തോട് അറിയിക്കുവാൻ വേണ്ടിയിട്ട്, അവരെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന്, ഹി ട്രൈസ് ടു കറക്റ്റ് ദ ബാഡ് തിയോളജി. അവിടെ പ്രചരണത്തിലുള്ള തെറ്റായ ഒരു ദൈവശാസ്ത്രം നടക്കുന്നത്, ആ ദൈവശാസ്ത്രത്തെ ഒന്ന് ശരിപ്പെടുത്തുവാൻ, അതിനെ ഒന്ന് നിജപ്പെടുത്തുവാൻ, അതിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അപ്പോസ്തലനായ പൗലോസ് നടത്തുന്നുണ്ട്. 2, ടു കറക്റ്റ് ദെയർ ബാഡ് ബിഹേവിയർ. അവരുടെ സ്വഭാവത്തിലുള്ള ദൂഷ്യം, അവരുടെ സ്വഭാവത്തിലുള്ള പോരായ്മകൾ, അതിനെ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസ് ശ്രമിക്കുകയാണ്. 3-മതായിട്ടും ഏറ്റവും പ്രധാനമായിട്ട് ഹി ട്രൈസ് ടു റീഓറിയന്റ് ദ ക്രിസ്ത്യൻസ് ഇൻ കോറിന്ത് ടുവേർഡ്സ് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് വീണ്ടും ഈ പറയുന്നതായിട്ടുള്ള കൊരിന്തിലെ ജനങ്ങളെ വീണ്ടും ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് ഒന്നും കൂടെ ഒന്ന് വഴിതിരിക്കുവാൻ, ഒന്നും കൂടെ ഒന്ന് തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ ചെയ്യുന്നു എന്ന് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിയ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് കർത്താവ് ക്രൂശിൽ മരിച്ചു? വേറെ എത്രയൊക്കെയോ രീതിയിൽ കർത്താവിന് വേണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോകാമായിരുന്നു. വൈ ഡിഡ് ജീസസ് ഡൈ ഓൺ ദ ക്രോസ്? ക്രൂശിൽ എന്തിന് കർത്താവ് മരിച്ചു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഇപ്രകാരമാകുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ദൈവം മോശയ്ക്ക് നൽകിയതായിട്ടുള്ള ന്യായപ്രമാണങ്ങളിൽ ആവർത്തന പുസ്തകം 27-ാം അധ്യായം 26-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ തെറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള മരണത്തിന് നമ്മൾ അർഹരാകുന്നു. വി ക്വാളിഫൈ ഫോർ ദിസ് കേഴ്സ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള കേഴ്സിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രൂശ് മരണമല്ലാതെ, ഈ മരത്തിന്മേലുള്ള മരണമല്ലാതെ വേറെ ഒന്നും ഏൽക്കുവാൻ തക്കോണം ഇടയായി തീരത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പഴയ നിയമം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ, സാധാരണ രീതിയിൽ ഒരു ക്യാപിറ്റൽ ക്രൈം ചെയ്യുമ്പോൾ ആ ആൾക്ക് കൊടുത്തിരുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് ടു സ്റ്റോൺ ഹിം ടു ഡെത്ത്, കല്ലെറിഞ്ഞ് കൊല്ലുക എന്നായിരുന്നു സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. എന്നാൽ ഏറ്റവും അധികം നീചമായ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ പറയുന്നതായിട്ടുള്ള കുറ്റവാളിയെ ഒരു മരത്തിൻ്റെ മേളിൽ തൂക്കിക്കൊല്ലുന്നതായിട്ടുള്ള ഒരു അനുഭവമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ദിസ് വാസ് എ വാർണിംഗ് ടു അതേഴ്സ്. അതായത് ഇത്തരത്തിലെ കുറ്റങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇത്തരത്തിലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടു ബ്രിങ് ഷെയിം ടു ദ ക്രിമിനൽ. ഈ മരത്തിന്മേൽ തൂങ്ങുന്നതായിട്ടുള്ള ആളിന് ഉണ്ടാകുന്ന അപമാനം, ഈ മരത്തിന്മേൽ തൂങ്ങുന്നതായിട്ടുള്ള ആളിന് ഉണ്ടാകുന്നതായിട്ടുള്ള നിന്ദയും നാണംകേടും, അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്നതായിട്ടുള്ള സമയത്ത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഫോർ ദ റോമൻസ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ക്രിമിനൽസിനെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് അവർ കൊടുത്തതായിരുന്നു ക്രൂസിഫിക്ഷൻ. ക്രൂശിലേക്ക് അവരെ തറയ്ക്കുക, അല്ലെങ്കിൽ ക്രൂശിലെ ഉള്ള മരണം അവർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെയും ബറബാസും എന്ന് പറയുന്നതായിട്ടുള്ള ആ കുറ്റവാളി, ഈ ബറബാസ് എന്ന് പറയുന്നതായിട്ടുള്ള ആളും ഈ പറയുന്ന ശിക്ഷ ഏൽക്കുവാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടതായിട്ടുള്ള ആളായിരിക്കുമ്പോൾ, കർത്താവ് ഈ പറയുന്നതായിട്ടുള്ള ശിക്ഷ ഏൽക്കുവാൻ റെഡിയാകുമ്പോൾ ഈ ക്രൂശ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ഷെയിം. നിന്ദയുടെയും നാണംകേടിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു വലിയ പ്രതീകമായിട്ട് ക്രൂശ് കണ്ടിരുന്ന ഒരു കാലഘട്ടം. അത് മാത്രമല്ല, ക്രൂശിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരണം ഉണ്ടാകത്തില്ല. കുറേ നേരം വേദന സഹിച്ച്, കുറേ നേരം ബുദ്ധിമുട്ട് സഹിച്ചെങ്കിൽ മാത്രമേ ഈ മരണം ഉണ്ടാകത്തുള്ളൂ.
എന്നാൽ ഇവിടെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗമാണ് ഞാൻ ഇവിടെ ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള വായനയ്ക്കും ഒരുമിച്ചുള്ള ധ്യാനത്തിനും ഞാൻ എടുക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ഫോർ ദ വേർഡ് ഓഫ് ക്രോസ് ഈസ് ഫോളി ടു ദോസ് ഹു ആർ പെരിഷിംഗ്, ബട്ട് ടു ദോസ് ഹു ആർ ബീങ് സേവ്ഡ് ഇറ്റ് ഇസ് പവർ ഓഫ് ഗോഡ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വേദഭാഗത്തു നിന്ന് നിങ്ങളോടൊപ്പം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ക്രൂശ് എന്ത് നൽകുന്നു? ഈ ക്രൂശ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഒന്ന്, ഈ വേദഭാഗം വായിക്കുമ്പോൾ തന്നെ നമ്മളോട് അറിയിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സത്യമാണ്, ദ ക്രോസ് ഈസ് എ ഷോക്ക് ടു അവർ സെൻസസ്. ദ ക്രോസ് ഈസ് എ ഷോക്ക് ടു അവർ സെൻസസ്. നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും, നമ്മൾ ഏത് രീതിയിൽ ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാലും ഒരു രീതിയിലും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധ്യമായി തീരത്തില്ല ഈ ക്രൂശ് നൽകുന്നതായിട്ടുള്ള ഈ വലിയ ഒരു വിടുതലും ഈ വലിയ ഒരു അനുഭവവും നമുക്ക് മനസ്സിലാകാനായിട്ട് സാധ്യമായി തീരുന്നില്ല. നമ്മുടെ എല്ലാ സെൻസസിനെയും ഇത് പൂർണ്ണമായിട്ട് മാറ്റുന്നു. അതുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്നതായിട്ടുള്ള ജ്ഞാനികൾ, അന്നുണ്ടായിരുന്നതായിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾ, അവർ എത്ര ശ്രമിച്ചിട്ടും അവർക്കൊന്നും മനസ്സിലാകാത്തതായിട്ടുള്ള ഒരു വലിയ സത്യമായിരുന്നു ഈ പറയുന്ന കുരിശ്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെയും സംബന്ധിച്ചിടത്തോളം ഏത് സെൻസിൽ നിന്നും നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബ്സല്യൂട്ട് ഷോക്ക് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അവർ സെൻസ്. ദ ക്രോസ് ഈസ് എ ഷോക്ക് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്. 2, ദ ക്രോസ് വാസ് ഓൾസോ മെൻറ്റ് ടു മോക്ക് അവർ വാല്യൂസ്. എനിക്ക് ചില വാല്യൂസ് ഉണ്ട്, എനിക്ക് ചില മൂല്യങ്ങളുണ്ട്, എൻ്റെ സമൂഹത്തിൽ ചില മൂല്യങ്ങളുണ്ട്. എന്നാൽ അതിനെയൊക്കെയും ഒരു രീതിയിൽ ഈ ക്രൂശ് ഒരു രീതിയിൽ മോക്ക് ചെയ്യുകയായിരുന്നു, കളിയാക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇവിടെ പറയുന്നുണ്ട്, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നവർ. 2 people, 2 ഡിഫറെൻ്റ് ആളുകൾ, യഹൂദന്മാരും യവനന്മാരും. ഈ 2 പേരുടെയും ദിശാബോധങ്ങളും ഈ 2 പേരുടെയും ചിന്താരീതികളും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. അബ്സല്യൂട്ട്ലി ആൻഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. 2 ഡിഫറെൻറ്റ് ഹ്യൂമൻ വാല്യൂസിനെയാണ് ഇവർ 2 പേരും പ്രതിഷ്ഠിച്ചത്, ഇവർ 2 പേരും മുൻപോട്ട് അവരുടെ ജീവിതത്തിൽ കൊണ്ടുപോയത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദേ വാണ്ടഡ് എ സൈൻ, ഒരു അടയാളം അവർക്ക് വേണമായിരുന്നു. യവനന്മാരെ സംബന്ധിച്ചിടത്തോളം ദേ സോട്ട് വിസ്ഡം, അവർ ജ്ഞാനം അന്വേഷിച്ചു. എന്നാൽ ദൈവം യഹൂദന്മാർക്ക് അടയാളവും കൊടുത്തില്ല, യവനന്മാർക്ക് ജ്ഞാനവും നൽകിയില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. യഹൂദന്മാരുടെ ജീവിതം എല്ലാം നമ്മൾ എടുത്തു നോക്കിയാൽ, പഴയ നിയമം എല്ലാം എടുത്തു നോക്കിയാൽ എല്ലാം അടയാളങ്ങളുടെ വലിയൊരു കളിയാണ്. എല്ലാം അടയാളങ്ങളാണ്, ഭയങ്കര അത്ഭുതകരമായ അടയാളങ്ങളാണ്, ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള അടയാളങ്ങളാണ്. മോശയുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന 10 പ്ലേഗ്സ്, അവിടെ നൽകുന്നതായിട്ടുള്ള അടയാളം, മോശ വടി താണ്ട് താഴോട്ടിടുമ്പോൾ അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള അടയാളം, ഏറ്റവും ഉപരിയായിട്ട് ഇതാ റെഡ് സീയുടെ നടുവിൽ നിന്ന് ഇതാ ഈ റെഡ് സീ രണ്ടും വിഭാഗിച്ച് മാറിപ്പോകുകയും അവർ അതിൽ നിന്ന് നടന്നു പോകുന്ന ഒരു വലിയ അടയാളം. മുൻപോട്ട് പോകുമ്പോൾ യോശുവ പല സൈനികരോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നതായിട്ടുള്ള വലിയ അടയാളം. ദാവീദ് എന്ന് പറയുന്നതായിട്ടുള്ള ഇത്ര ചെറിയതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതാ ആജാന ബാഹുവായ ഗോലിയാത്ത് എന്ന ആളിനെ താഴെ വീഴ്ത്തി ഇടുവാൻ തക്കോണം ഇടയായി തീർന്നതായിട്ടുള്ള അടയാളം. ഇതാ അവിടുന്ന് ആകാശത്തിൽ നിന്ന് തീ ഇറക്കി വന്നതായിട്ടുള്ള അടയാളം. എല്ലാം എടുത്തു നോക്കുമ്പോൾ പഴയ നിയമം നമ്മൾ ആകമാനം നമ്മൾ പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെയെല്ലാം ഈ പറയുന്നതായിട്ടുള്ള അടയാളം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അന്നുണ്ടായിരുന്ന യഹൂദന്മാരും കർത്താവിൽ നിന്ന് ആഗ്രഹിച്ച ഇത് തന്നെയാണ്, യു ഗിവ് us a സൈൻ, നീ ഞങ്ങൾക്ക് ഒരു അടയാളം കാണിച്ചതാ. കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ എടുത്തു നോക്കുമ്പോൾ ഓരോ സൗഖ്യദായ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അടയാളമാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് ഇത് 5000 പേരിലേക്കാൾ അധികം ആളുകളെ പോഷിപ്പിക്കാൻ ഇടയായി തീരുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അടയാളമാണ്. അതുകൊണ്ട് തന്നെ ഹോശാനയുടെ ആ ഒരു വലിയ പെരുന്നാളിൽ ഇത് തന്നെയാണ് ഞങ്ങളുടെ രാജാവ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഈ രാജാവിനോട് ആർത്തു വിളിക്കുവാൻ തക്കോണം ഇടയായി തീരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു അവർ ഉദ്ദേശിച്ചതായിട്ടുള്ള രാജാവല്ല, അവർ ഉദ്ദേശിച്ചതായിട്ടുള്ള അടയാളം ഒന്നുമല്ല ഈ ക്രിസ്തു നൽകുന്നത് എന്ന് മനസ്സിലായപ്പോഴാണ് പിന്നെ ഈ ക്രിസ്തുവിൻ്റെ പുറകിൽ പോകാതിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അവരുടെ വാല്യൂസിനെ ആകെപ്പാടെ മാറ്റുകയാണ്. യവനന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇൻ്റലക്ച്വലി അവർ തിങ്ക് ചെയ്യുക, ഭയങ്കര റാഷണൽ തിങ്കിങ് ആണ്. എന്തുകൊണ്ട്, എങ്ങനെ ഈ ക്രൂശ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതായിട്ടുള്ള ഒരു ക്രൂശ് മരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രൂവൽ ജോക്ക് എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ ഈ ക്രൂശ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ദ ക്രോസ് ഈസ് ഗോഡ്സ് അറ്റംപ്റ്റ്
ടു റീഅറേഞ്ച് അവർ വാല്യൂസ്. നമ്മൾ ഇതുവരെ കരുതപ്പെട്ടിരുന്നതായിട്ടുള്ള നമ്മുടെ ചില മൂല്യങ്ങൾ, നമ്മൾ ഇതുവരെ ശരി എന്ന് കരുതിയിരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ ഒന്ന് താരതമ്യപ്പെടുത്തുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ അതിനെ ഒന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ ക്രൂശ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്, നമ്മളെ ഒന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇറ്റ് ഈസ് എ ഷോക്ക് ടു അവർ സെൻസ്. രണ്ട്, ഇറ്റ് മോക്സ് അവർ വാല്യൂസ്. മൂന്ന്, ഇറ്റ് ബ്ലോക്സ് അവർ പ്രൈഡ്. എൻ്റെ അഹങ്കാരത്തെ, എൻ്റെ അഹംഭാവത്തെ ഇത് തട ഇടുകയാണ്. ഇവിടെ ചോദിക്കുന്നുണ്ടല്ലോ, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? വേർ ഇസ് ദ വൺ ഹൂ ഇസ് വൈസ്, വേർ ഇസ് ദ സ്ക്രൈബ്, വേർ ഇസ് ദ ഡിബേറ്റർ ഓഫ് ദിസ് ഏജ്? ഒരു പക്ഷെങ്കിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള ക്രൂശ് അല്ലെങ്കിൽ ക്രൂശ് നൽകിയതായിട്ടുള്ള അനുഭവം പണം കൊടുത്തോ സ്വാധീനം കൊടുത്തോ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധ്യമായി തീർന്നിരുന്നെങ്കിൽ എത്ര അഹങ്കാരം ഇന്ന് നമ്മുടെയൊക്കെയും ഉള്ളിൽ വന്നു പോയേനെ. എന്നാൽ ഇത് നേടിയെടുക്കുവാൻ തക്കോണം ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, ഞാൻ എത്ര പണം മുടക്കിയെന്ന് പറഞ്ഞാലും, ഞാൻ ഏത് സ്വാധീനം എടുത്തെന്ന് പറഞ്ഞാലും, ഇത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അല്പമെങ്കിലും ഒരു താഴ്മ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. എന്നാൽ പോലും ഈ അഹംഭാവത്തെയും അഹങ്കാരത്തെയും നമുക്ക് തടയിടാനായിട്ട് സാധ്യമായി തീരുന്നില്ല. വളരെ പ്രയാസമാണ് നമ്മുടെ പ്രൈഡിനെ നമ്മളൊന്ന് താഴ്ത്തി കെട്ടുക എന്ന് പറയുന്നത്. എനിക്ക് വളരെയധികം എന്നെ സ്വാധീനിച്ച ഞങ്ങളുടെ അധ്യാപകരിലെ ഒരു അധ്യാപകനാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ ഭാഷ ആഴ്ചയിലെ സന്ധ്യാ നമസ്കാരത്തിൽ നേതൃത്വം നൽകുവാൻ വേണ്ടിയിട്ട് വന്ന പ്രിയപ്പെട്ട KG പോത്തനച്ചൻ. പ്രിയപ്പെട്ട KG പോത്തനച്ചൻ നേടിയെടുത്തതായിട്ടുള്ള ഡിഗ്രി, KG പോത്തനച്ചൻ ഇപ്പോഴും പഠിപ്പിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികളും അതുമെല്ലാം എടുത്തു നോക്കുമ്പോൾ KG പോത്തനച്ചൻ്റെ ഒരു 10% അറിവോ ജ്ഞാനമോ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ജിജോ അല്ലായിരുന്നേനെ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ജിജോ. ഒത്തിരി മാറ്റം എന്നിലുണ്ടായിരുന്നേനെ. കാരണം ഇത്രത്തോളം അറിവ് നമുക്ക് നേടുന്നതായിട്ടുള്ള സമയത്ത് അറിഞ്ഞോ അറിയാതെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ടു കം ഡൗൺ. എനിക്കൊന്നും അറിയത്തില്ല. ചിലപ്പോഴൊക്കെയും ചില പൊട്ടത്തരങ്ങളാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. പക്ഷേങ്കിൽ ആ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഈ പറയുന്നതായിട്ടുള്ള അച്ഛൻ ഇത്രമാത്രം അറിവും ജ്ഞാനവും എല്ലാം ഉണ്ടാകുന്നു എങ്കിൽ പോലും ഒരിക്കൽ പോലും അത്തരത്തിൽ നമ്മളെ ഒന്ന് താഴ്ത്തിക്കെട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ അധ്യാപകനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതായിട്ടുള്ള ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. അഹംഭാവം, പ്രൈഡ്. ഈ ക്രോസ് ഈ അഹംഭാവത്തെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചലഞ്ചാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകി തരുന്നത്. എ ഗ്രേറ്റ് ചലഞ്ച് ടു ബ്ലോക്ക് ഓൾ ദ പ്രൈഡ് ദാറ്റ് വി ഹാവ്, ടു ബ്ലോക്ക് ഓൾ ദ ഈഗോ ദാറ്റ് വി ഹാവ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഇറ്റ് പ്ലീസ്ഡ് ഗോഡ് ത്രൂ ദ ഫൂളിഷ്നെസ് ഓഫ് ദ മെസ്സേജ് പ്രീച്ച്ഡ് ടു സേവ് ദോസ് ഹൂ ബിലീവ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് പറയുന്നത്. റിമെംബ്രൻഡ് എന്ന് പറയുന്ന പെയിൻറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. റെംബ്രാൻഡ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ പെയിൻറ്റർ ഒരു ഫേമസ് പെയിൻറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പടമുണ്ട്. ഞാൻ ഈ സമയത്താണ് അത് ഓർത്തത് കൊണ്ടാണ് ഇവിടെ കാണിക്കാനായിട്ട് പറ്റാത്തത്. എന്നാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ദ റേസിംഗ് ഓഫ് ദ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ഉയർത്തിക്കുക എന്നുള്ള തലക്കെട്ടാണ് ഇതിന് കൊടുത്തത്. ദ റേസിംഗ് ഓഫ് ദ ക്രൈസ്റ്റ്. ഇതിൻ്റെ അകത്ത് ഈ പടം നമ്മൾ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മളുടെ കണ്ണുകൾ ആദ്യം പോകുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലേക്കാണ്. ജീസസ് ബീങ് ക്രൂസിഫൈഡ്. ആ ക്രിസ്തുവിൻ്റെ മുഖത്ത് ആ വേദന നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ക്രിസ്തു സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. മഹാപുരോഹിതന്മാർ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. മറ്റ് എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ആളുകൾ കൂടെ അടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ തൊട്ട് അടുത്ത് സെൻറ്ററിനോട് ചേർന്ന് വേറെ ഒരാളും കൂടെ നിൽപ്പുണ്ട്. അത് നമ്മൾ വളരെ പിന്നെ നമുക്ക് ആ ശ്രദ്ധ ആ പടത്തിൻ്റെ അകത്ത് നമുക്ക് വരത്തുള്ളൂ. എന്നാൽ ആ പടം നമ്മൾ നോക്കുകയും ഈ റെംബ്രൻഡ് എന്ന് പറയുന്നതായിട്ടുള്ള പെയിൻറ്ററിൻ്റെ പടം നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടം തന്നെയാണ് അവിടെ വരച്ചു വച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഹീ ഈസ് ഹെൽപ്പിംഗ് ടു ക്രൂസിഫൈ ജീസസ്. ക്രിസ്തുവിനെ ക്രൂശീകരിക്കാൻ വേണ്ടിയിട്ട് ഇതാ അവൻ സഹായിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഈ പെയിൻറ്റർ, ഈ ചിത്രകാരൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. വി ഓൾ ബിലോങ് ഇൻ ദ ക്രൂസിഫിക്ഷൻ സീൻ. നമ്മളെല്ലാവരും ഈ ക്രൂശീകരണത്തിൻ്റെ ഈ ഒരു വലിയ ഇന്ന് ആ ക്രൂശീകരണം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ക്രൂശീകരണത്തിൻ്റെ സ്ഥലത്ത് ഇന്ന് നമ്മളും എല്ലാവരും അതേ സ്ഥലത്ത് ഉണ്ടായിരുന്നേനെ എന്നതിന് യാതൊരു സംശയമില്ല. നമ്മുടെ പാപത്താലും ഇതെല്ലാം അറിഞ്ഞിട്ടും ഇന്നും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പാപം,
അവിടെയൊക്കെയും ഓരോ നിമിഷവും വീണ്ടും വീണ്ടും ഈ ക്രിസ്തുവിനെ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇറ്റ് ബ്ലോക്സ് ആർ പ്രൈഡ്. ഈ ക്രൂശ് ഇന്ന് അത്തരത്തിൽ എൻ്റെ പ്രൈഡിനെ ബ്ലോക്ക് ചെയ്യുവാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ടോ? അവസാനമായിട്ട് ഞാൻ പറയും, ഇറ്റ് ലോക്സ് ആർ ഹാർട്ട്. എന്തൊരു ഭയങ്കര സംഭവമാണ്! ഈ ക്രൂശിൻ്റെ അനുഭവങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വിസ്മയിക്കാതിരിക്കാനായിട്ട് സാധ്യമായി തീരത്തില്ല. ഈ പറയുന്നതായിട്ടുള്ള സെദറ പ്രാർത്ഥന വായിച്ചതായിട്ടുള്ള സമയത്ത് മാലാഖന്മാരും സ്രാഫേന്മാരും ക്രോബേന്മാരും എല്ലാം പുകഴ്ന്നതായിട്ടുള്ള ദൈവം ഇതാ ഇത്തരത്തിൽ അപമാനിക്കപ്പെട്ടു, ഇത്തരത്തിൽ തുപ്പലേൽക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇറ്റ്സ് സോ അസ്റ്റോണിഷിങ്, ഇറ്റ്സ് സോ വണ്ടർഫുൾ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അതിനെ വർണ്ണിക്കുവാൻ തക്കോണം നമുക്ക് സാധ്യമായി തീരത്തില്ല. അവിടെ അത് എൻ്റെ ഹൃദയത്തെ ലോക്ക് ചെയ്യുകയാണ്. ഈ ക്രൂശിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് എന്നെ ലോക്ക് ചെയ്യുകയാണ്. ഫൂളിഷ്നെസ് ഓഫ് ദ ക്രോസ്. ക്രിസ്തുവിൻ്റെ ഈ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മളെല്ലാം വായിച്ചാൽ എങ്ങനെയാണ് അത് ഫൂളിഷ്നെസ് ആയി തീർന്നത് എന്ന് ഇപ്പോൾ വായിച്ച ഏവൻഗേലിയോണിൽ 2 ഭാഗവും തുടർന്ന് വായിക്കാൻ പോകുന്ന ഏവൻഗേലിയോണുകളിൽ നമുക്ക് 2 ഭാഗവും കാണാനായിട്ട് സാധ്യമായി തീരും. അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്താണ്? ദ വൺ ഹൂ ഇസ് മോക്ക്ഡ് ആസ് കിങ് ഈസ് റിയലി കിങ്. രാജാവാണ് എന്ന് കളിയാക്കിയവൻ യഥാർത്ഥത്തിൽ രാജാവ് തന്നെയായിരുന്നു. ഇന്ന് വായിച്ചതായിട്ടുള്ള ഏവൻഗേലിയോണിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല? നീ ദേവാലയത്തിലെ 2ആയിട്ട് കീറാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലോ, എന്താണ് നിനക്ക് സാധ്യമായി തീരാത്തത് എന്നൊക്കെയും പറയുമ്പോൾ തുടർന്ന് വായിക്കുന്നതായിട്ടുള്ള ഏവൻഗേലിയോണിൽ അവിടെ പറയുന്നുണ്ട്, ഒരു ശതാധിപൻ പറയുന്നുണ്ട്, ഇവൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പുത്രൻ തന്നെയായിരുന്നു. ഹി വാസ് റിയലി ദ സൺ ഓഫ് ഗോഡ്. The one whom people mocked as king is really the king. അതാണ് the foolishness of the cross. ജ്ഞാനികൾക്കത് മനസ്സിലാകത്തില്ല. ഒത്തിരി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷെങ്കിൽ അത് മനസ്സിലായത്തില്ല. അന്നുണ്ടായിരുന്ന പ്രമാണിമാർക്കും ശാസ്ത്രികൾക്കും അത് മനസ്സിലാകാതിരുന്നപ്പോൾ ഇതാ നമ്മളോട് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. The one who was mocked as king is literally the king. രണ്ടാമത്, the one who is utterly powerless, it's transcendently powerful. ഒന്നും ചെയ്യുവാൻ തക്കോണം കഴിവില്ലല്ലോ, നിനക്ക് പറ്റുമെങ്കിൽ നീ രക്ഷിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവങ്ങളിൽ അവൻ്റെ പവർ മൊത്തം പോയിരിക്കുന്നു. ദേവാലയത്തിലെ 3 ദിവസം കൊണ്ട് നീ തകർക്കും എന്ന് പറഞ്ഞവനാണല്ലോ, എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇനിയും വായിക്കാൻ പോകുന്നതായിട്ടുള്ള ഏവൻഗേലിയോൺ ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ സംഭവം നടന്നതായിട്ടുള്ള സമയത്ത് സൂര്യൻ ഇതാണ്ട് ഇരുണ്ടു, ഇതാണ്ട് ദേവാലയം 2ആയിട്ട് പിളർന്നു പോകുന്നതായിട്ടുള്ള ആ അനുഭവം നമ്മൾ കാണാനായിട്ട് സാധ്യമായി തീരുന്നു. ഹി വാസ് ട്രാൻസെൻഡൻ്റ്ലി പവർഫുൾ. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ ഒബീഡിയൻസ് മാത്രമായിരുന്നു, കർത്താവിൻ്റെ ഒരു അനുസരണം മാത്രമായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൽ നിന്ന് അതിനെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട്, the one who can't save himself saves others. തന്നെത്താനെ രക്ഷിക്കാൻ സാധ്യമായി തീരാത്തവൻ ഇതാ ക്രൂശിൻ്റെ മരണത്തിൽ കൂടെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ മറ്റുള്ളവരെ രക്ഷിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. നിനക്ക് പറ്റുമെങ്കിൽ രക്ഷിക്കുക, താഴേക്ക് ഇറങ്ങി വാ എന്ന് പരിഹസിച്ചപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 1000 ആണ്ട് മാലാഖമാർ എന്നെ വന്ന് ചെയ്യുവാൻ തക്കോണം ഇടയായി തീരും. ഇനി യാതൊരു സംശയവുമില്ല, ദാറ്റ് ക്യാൻ ബി പോസിബിൾ, ബട്ട് നോ, ഐ വോണ്ട് ഡു ഇറ്റ്. കാരണം അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള രക്ഷാ പദ്ധതി ലഭിക്കുവാൻ തക്കോണം സാധ്യമായി തീരത്തില്ല. ഹി വാസ് മോക്ക്ഡ്, even when he was not able to save himself, he saves others. നാലാമതായിട്ടും അവസാനമായിട്ടും, the one who cries out in despair trusts God. അവസാന നിമിഷത്തിൽ ഇതാ ദൈവം ക്രിസ്തുവിനെ കൈവിട്ടു എന്ന് കർത്താവിന് തോന്നിയതായിട്ടുള്ള ഒരു നിമിഷം, ക്രൂശിൽ കിടന്ന് അവസാനത്തെ ആ പ്രാണൻ വിടുന്നതായിട്ടുള്ള സമയത്ത് ഏറ്റവും അധികം വേദന, ഏറ്റവും അധികം ഡെസ്പെയർ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രസംഗത്തിൽ, ഈ ഒരു നിമിഷത്തിൻ്റെ സംഭവമല്ല, ദുഃഖവെള്ളിയാഴ്ചയുടെ മാത്രം സംഭവമല്ല. ഹോശാന തൊട്ട് ഈ പറയുന്ന കർത്താവിൻ്റെ മനസ്സ് വേദനപ്പെട്ടിരുന്നു. ഹോശാന തൊട്ട് കർത്താവ് അല്പം നിശബ്ദനാണ്. കാരണം ഈ ഭാരം വളരെ ഏറെയാണ് എന്ന് കർത്താവിനറിയാം. ആ ഒരു ഡെസ്പെയറിലാണ്, ഒരു ഡെസ്പറേഷനിൽ നിന്നാണ് പറയുന്നത്, ദൈവമേ നീയും എന്നെ കൈവിട്ടല്ലോ എന്ന് പറയുന്നതായിട്ടുള്ള സമയത്തും ഇതാ ഞാൻ എൻ്റെ പ്രാണനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ റെസ്പോൺസ് എന്താണ് ഈ ക്രൂശിൽ? വാട്ട് ഈസ് മൈ റെസ്പോൺസ് ടു ദിസ് ക്രോസ്? ഈ വായിച്ച വേദഭാഗത്തിൽ 3 റെസ്പോൺസ് ഉണ്ട്. ഒന്ന്, ഇറ്റ് ക്യാൻ ബി എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു മീ. ഇത് എനിക്ക് ഒരു ഇടർച്ചയായിട്ട് തീരാനായിട്ട് സാധ്യമായി തീരും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇടർച്ചയായി തീർന്നു. കാരണം അവർ ശക്തി ആഗ്രഹിച്ചു, അടയാളം ആഗ്രഹിച്ചു. ഇന്ന് ചിലപ്പോൾ ഇത് നമുക്കും ഇടർച്ചയല്ലേ? ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെയും ചില യുവാക്കൾ ചോദിച്ചു, ഈ പറയുന്ന ആരാധനകളൊക്കെയും നടക്കാതിരുന്നിട്ടും ഒരു വ്യത്യാസവും ഉണ്ടായില്ലല്ലോ,
ഒത്തിരിയേറെ ചോദ്യങ്ങൾ യുവാക്കളുടെ ഇടയിലുണ്ടായി. ഈ ക്രിസ്തു ശരിക്കും ക്രിസ്തു ആണോ? പണ്ടൊക്കെയും പറയുമായിരുന്നു, ആരാധിച്ചില്ലെങ്കിൽ, പള്ളിയിൽ പോയില്ലെങ്കിൽ ഇത് സംഭവിക്കും, അത് സംഭവിക്കും എന്നൊക്കെയും പറയുമ്പോൾ എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് മച്ച് ബിയോണ്ട് അവർ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. ഈ ക്രൂശ് എന്ന് പറയുന്നത്, ഈ ദൈവം എന്ന് പറയുന്നതായിട്ടുള്ള അനുഭവം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒത്തിരി അപ്പുറമാണ് എന്ന് യാഥാർത്ഥ്യത്തിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങൾ ഇന്ന് നമ്മളൊന്ന് തിരിച്ചു വായിച്ചിട്ടും എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ ഇടയായി തീരുന്നില്ല? ഇന്ന് നമ്മളും ഈ യഹൂദന്മാരെ പോലെയാണ്. ഇഫ് ഗോഡ് ഇസ് ലിവിങ് ഷോ മീ നൗ, ഇപ്പോൾ കാണിച്ചു തരിക, ഒരു അടയാളം തരിക, അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ, എന്ന് പറയുന്നതായിട്ടുള്ള ആരെങ്കിലും ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ബീയിങ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു അസ്. ഇത് എനിക്ക് ഒരു ഇടർച്ചയ്ക്ക് കാരണമായി തീരുകയാണ്. രണ്ടാമത്, ചിലർ ഈ ക്രൂശിനെ നോക്കി ചിരിക്കുകയാണ്. യൗവനന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ നോളജിൽ ഇത് എത്ര ശ്രമിച്ചാലും അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ കളിയാക്കുകയാണ്, അവർ ചിരിക്കുകയാണ്. ഇന്ന് എന്താണ് ഞാൻ ചെയ്യുന്നത്? എന്നാൽ ചിലരുണ്ട്, ദേ ബിലീവ്ഡ് ബിക്കോസ് ദേ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അവരതിനെ രുചിച്ചറിഞ്ഞതുകൊണ്ട് അവർക്കതിനെ വിശ്വസിക്കുവാനായിട്ട് സാധ്യമായി തീർന്നു. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എല്ലാ വർഷവും ഈ ദുഃഖവെള്ളിയാഴ്ച നാം ആചരിക്കുന്നതായിട്ടുള്ള സമയത്ത്, ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ആരാധന ഒക്കെയും കഴിഞ്ഞു കഴിയുമ്പോൾ, സാധാരണ രീതിയിൽ എല്ലാ പള്ളികളിലും സംഭവിക്കുന്നത് പോലെ ദുഃഖവെള്ളിയാഴ്ച കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും. പക്ഷേ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും പള്ളിയിൽ വരാറില്ല. ഇന്ന് പിന്നെ ക്രൂശിക്കാനും വരുന്നില്ല, ഉയർപ്പിക്കാനും വരുന്നില്ല. സാഹചര്യങ്ങൾ മാറിപ്പോയല്ലോ. എന്നാൽ പോലും ഈ ക്രൂശ് എൻ്റെ ലൈഫിൽ എന്താണ് ഉണ്ടാക്കിയത്? ഈ ക്രൂശ് എന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? ഈ ക്രൂശ് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂശിൻ്റെ അനുഭവമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ബലവാൻ ആകുന്നു, ഞാൻ ശക്തിയുള്ളു. ഇൻ മൈ വീക്ക്നെസ് ഐ എം സ്ട്രോങ്, വെൻ ഐ എം വീക്ക് ദെൻ ഐ എം സ്ട്രോങ്. കാരണം ക്രൂശിലെ ഈ ബലഹീനത കാണുവാൻ തക്കോണം ഇടയായി തീർന്നപ്പോൾ, മനസ്സിലാകുവാൻ തക്കോണം ഇടയായി തീർന്നപ്പോൾ, ഇനി എനിക്ക് ബലം വേണ്ട, ഇനി എനിക്ക് ശക്തി വേണ്ട, എൻ്റെ ബലമില്ലായ്മയിൽ ഈ ബലവാനായിരിക്കുന്ന ദൈവം എന്നിൽ പ്രവർത്തിക്കും എന്നുള്ളതായിട്ടുള്ളൊരു ബോധ്യം കർത്താവിന്, അപ്പോസ്തലനായ പൗലോസിന് ലഭിക്കുവാൻ തക്കോണം ഇടയായി തീർന്നപ്പോൾ, എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രൂശ് ഇന്ന് നമ്മൾ എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത്? ശരിക്കും നമുക്കൊരു ആവേശമുണ്ടോ ഈ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നതിൽ? ഈ ഇവിടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതായിട്ടുള്ള അനുഭവം, ഇവിടെ വന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊന്നുമില്ലാത്തവർ കുമ്പിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ പിള്ളേരുമായിട്ടില്ലല്ലോ. ഒരു 10-15 വർഷത്തിൻ്റെ വ്യത്യാസമല്ലേ കാണത്തുള്ളൂ. അതൊരു വലിയ ജനറേഷൻ ഗ്യാപ്പാണെന്ന് ഞാൻ തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പള്ളിയിൽ ഞങ്ങളെല്ലാവരും, എൻ്റെ ഒരു ബലമായ സംശയം, ഈ പള്ളിക്ക് ഈ ബെഞ്ചുകളാണ് ഒരു വലിയ ശാപം. ഈ ബെഞ്ചുകൾ ഉള്ളതുകൊണ്ടാണ് ഒറ്റ ഒരു കുഞ്ഞ് ഇവിടെ മുൻപിൽ വന്നിരിക്കാത്തത്. എല്ലാവരും പുറയിലാണ്. കുഞ്ഞുങ്ങളുടെ സ്ഥലം പുറയിലല്ല, കുഞ്ഞുങ്ങളുടെ സ്ഥലം മുൻപിലാണ്. ഇവിടെ മുൻപിലാണ് വന്നിരിക്കേണ്ടത്. ഒരു 10ാം ക്ലാസ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് നാണംകേടാണ് ഇവിടെ വന്നിരിക്കാനും മുൻപിലിരിക്കാനും. ഞാൻ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, എന്താടാ നീ എന്നെ ഇവിടെ കണ്ടില്ലല്ലോ, നീ അങ്ങ് പുറകെ പോയി ഇരുന്നാണല്ലോ. അച്ഛാ, ഞാൻ വലിയതായി എന്ന് പറഞ്ഞു. ഞാൻ വലിയതായി, 10ാം ക്ലാസ്സിൽ പോലും ആയിട്ടില്ല, അവൻ വലിയതായി. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ആവേശം, ഒരു ആഗ്രഹം, ഒരു താല്പര്യം. എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെയും കഷ്ടപ്പെട്ടപ്പോൾ, എനിക്ക് ഈ ആരോഗ്യം നൽകിയപ്പോൾ, എനിക്ക് ഈ ബലം നൽകിയപ്പോൾ, എൻ്റെ മുട്ടുകൾ വണങ്ങുന്നുണ്ടല്ലോ, എൻ്റെ കൈകൾ ഉയർത്താനായിട്ട് പറ്റുന്നുണ്ടല്ലോ, ഈ സാഹചര്യങ്ങളെല്ലാം നൽകുമ്പോഴും ഞാൻ ഒരു ചലനവുമില്ലാതെ ഇന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ ദുഃഖവെള്ളി ആചരിച്ചതുകൊണ്ട് എന്ത് ഗുണം എന്ന് നമ്മൾ ചിന്തിക്കണം. ചെയ്യാൻ പറ്റുന്നവരെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശ് നമുക്കൊരു ആവേശമാകണം. ക്രിസ്തു എനിക്ക് ഇത്രയൊക്കെയും ചെയ്തപ്പോൾ എനിക്ക് എന്ത് തിരിച്ച് നൽകുവാനായിട്ട് സാധ്യമായി തീരും? ഇറ്റ് ഷോക്സ് ആർ സെൻസസ്. നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ജ്ഞാനത്തിൻ്റെ അപ്പുറമാകുന്നു ക്രൂശ് ചെയ്തതായിട്ടുള്ള ആ ഒരു അനുഭവം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ബ്ലോക്സ് അവർ പ്രൈഡ്. നമ്മുടെ അഹങ്കാരത്തെ ഈ ക്രൂശിൻ്റെ സന്ദേശം നിർത്തുവാൻ തക്കോണം, തടയുവാൻ തക്കോണം ഇടയായി തീരണം. അത് ആകാത്തിടത്തോളം പക്ഷം ഈ ആചരണം കൊണ്ടും ഈ ആരാധന കൊണ്ടും യാതൊരു ഗുണവുമില്ല എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധ്യമായി തീരുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ അന്നുണ്ടായിരുന്നവരെല്ലാവരും പറഞ്ഞു, പൊട്ടത്തരമാണ് കാണിക്കുന്നത്, മണ്ടത്തരമാണ് കാണിക്കുന്നത്. പക്ഷെങ്കിൽ ആ പൊട്ടത്തരത്തിലും ആ മണ്ടത്തരവുമാണ് ഇന്ന് നമുക്ക് രക്ഷ നൽകുവാനായിട്ട് ഇടയായി തീർന്നത്. ആ ഒരു ബോധ്യം നമുക്കെന്നും ഉളവാകുവാനും ആ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് ജീവിപ്പാനും നമുക്കിടയായി തീരട്ടെ. ആവേശവും ആഗ്രഹവും താല്പര്യവും മോട്ടിവേഷനും ഒരിക്കൽ പോലും ഈ ക്രൂശ് കുറയുവാൻ തക്കോണം ഇടയായി തീരാതെ ഓരോ നിമിഷം ഇത് വർദ്ധിക്കുവാൻ തക്കോണം ഇടയായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നോട്ട് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, നോട്ട് എ ലാഫിംഗ് സ്റ്റോക്ക്,
ബട്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ് ആൻഡ് ബി എ ബിലീവർ. വിശ്വസിക്കുവാൻ തക്കോണം, ഇത് അനുഭവിപ്പാൻ തക്കോണം, അത്തരത്തിലെ ഒരു ജീവിതം നമുക്ക് നയിപ്പാൻ തക്കോണം ത്രിയേക ദൈവം ഇടയാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം.